ഇവനെ എഴുന്നേപ്പിച്ച് ഞാനിവിടെ വന്നത് അവൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ജീപ്പിൻ്റെ, ആ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഭാഗ്യത്തിന് എൻ്റെ 2-3 ഫോട്ടോസ് എടുത്തു. നിനക്ക് വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നല്ലോ? ഇല്ലായിരുന്നു. പിന്നെന്താ ഇന്ന് നമ്മുടെ ഹൈലൈറ്റ് വീഡിയോ എന്താണ്? ഞാൻ ജീപ്പ് ഓപ്പൺ ആക്കുന്ന വീഡിയോ എടുക്കാൻ വന്നത്. നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ആ വീഡിയോ ഉണ്ടാവും. ഗൈസ്, നമ്മള് നമ്മുടെ പുതിയൊരു സംരംഭം എന്ന് പറയാൻ പറ്റുമോ? അത് സംരംഭമൊന്നുമില്ല, ഒരു സംഭവം, അതായത് പുതിയൊരു സംഭവത്തിലേക്ക് ഞാൻ കയറുകയാണ്. അങ്ങനെ ഇപ്പൊ ഇന്നാണ്, അതായത് സൺഡേ നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്ന് എഡിറ്റ് ചെയ്യാനിടും എന്നൊരു പിടിയില്ല. ഇവനൊക്കെ അല്ലേ കൂടെ ഉള്ളത്. എപ്പ എഡിറ്റ് ചെയ്യാനാണോ ദൈവം അറിയാൻ പാടില്ല. ഞങ്ങള് വീഡിയോ ഇങ്ങനെ കൊളാക്കിക്കൊണ്ടിരിക്കും. ഞാൻ കട്ട് ചെയ്യത്തില്ല, ഇത് തന്നെ എടുത്തിടും. ഗൈസ്, നിങ്ങൾ പറയണ ഇവന്റെ ഞങ്ങളിപ്പോ എവിടെ അറിയാം, ഞങ്ങള് തണ്ണീർമുക്കം പണ്ടല്ല. ഇഷ്ടംപോലെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു കണ്ടാലും പൊന്ന് ഗൈസ്, ഇവിടെ എവിടെ വെച്ചാലും ഫ്രെയിം ഉള്ളൂ. ഇത് നോക്കിയേ, കിഡിലും എവിടെ വെച്ചാലും നല്ല കിഡിലും ഫ്രെയിമാണ് ഗൈസ്. ഇവിടെ നല്ല കിഡിലും മഴ. അപ്പൊ നമ്മൾ തണ്ണീർമുക്കത്ത് വന്നിട്ട് നമ്മുടെ വണ്ടി എങ്ങനെ ഓപ്പൺ ആക്കുന്നുള്ളതിന്റെ ചെറിയ റീലൊക്കെ എടുത്തിട്ടുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ വരും. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പഴയ പോലെ ആക്കാൻ വേണ്ടി പോകണം. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വണ്ടി ക്ലോസ്ഡ് ആക്കുന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്ലാസ് ഫ്രെയിം പൊക്കുക എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബീഡിങ് വരുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ, അറ്റാച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇതിന്റെ പുറത്തേക്ക് വേണം നമുക്ക് ഗ്ലാസ് ഫ്രെയിം കൊണ്ടുവന്ന് ഇടാൻ. ജസ്റ്റ് ഇതാ ഇങ്ങനെ പൊക്കുക, നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുക. അപ്പോൾ അത്യാവശ്യം 2 സൈഡും ഒരേ വീടിന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലോക്ക് ഉണ്ടാകും അല്ലേ. ഈ ലോക്ക് നമുക്ക് 2 സൈഡിലും ഇടണം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലാണ് നമ്മുടെ പടുത സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. റിബൺ പോലെ കേട്ടോ. ഇപ്പം മരം 3 വരെ വലിച്ചു നിൽക്കാം. ഇങ്ങനെ ഈ 3 നമ്മുടെ പടുത സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പടുത വലിച്ച് നൽകണം. അപ്പോൾ വേണ്ട ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് പടുത നമ്മുടെ വണ്ടിയായിട്ട് കുറച്ചുകൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ ഇങ്ങനത്തെ ലോക്കാണ്, വെൽക്രോ ആണ്. ഇതിങ്ങനെ വലിച്ചൊട്ടിച്ചാൽ മതി. അതങ്ങനെ ഒരു 7 സ്ഥലത്തുണ്ട്, അതങ്ങോട്ടില്ല. ഈ കാണുന്നത് നമ്മൾ ഈ ഷീറ്റ് പൊക്കി വെക്കാൻ വേണ്ടിയുള്ള കേട്ടോ. ഇതിലേക്ക് പൊക്കി വെച്ചിട്ട് ഒട്ടിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് ഡോറിലേക്ക് കൂടി കണക്ഷൻ ഉണ്ട്. ഇതും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ
സെറ്റ്. കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൈഡ് ഓപ്പൺ ആക്കി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. ഇത് വണ്ടിയുടെ RCL ടൂറർ ബോഡി നടക്കുന്നത്. ടൂറർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ഓടിക്കാം കേട്ടോ. അതുപോലെ സീറ്റ് കപ്പാസിറ്റി വരുന്നത് 5 രണ്ടെണ്ണം ഫ്രണ്ടിലേക്ക്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ബാക്കി സീറ്റ് വരുന്നത്. നമ്മൾ സീറ്റ് ഇപ്പോൾ വെച്ചിട്ടില്ല, നമ്മൾ പുറമേ വെക്കും.